കാറ്റത്തെ കിളി കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരനോട് ഒരേ നുണകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ചന്ദ്രനും ഭാര്യയും അതുപോലെ തന്നെ മോനും. അപ്പോൾ അതൊക്കെ വിശ്വസിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു പോലീസുകാർ. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതായത് സുധീഷും സുഭാഷും ഹരീഷൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നീതു ഹരീഷിനെ അന്വേഷിച്ച് വർക്ക്ഷോപ്പിലേക്ക് വരും. നീതു വരുമ്പോൾ ദേഷ്യപ്പെട്ടും കഴിഞ്ഞിട്ട് രണ്ടുപേരും ടിക്ടോയും അതുപോലെ തന്നെ കൂട്ടുകാരനും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കായിരിക്കുള്ളൂ. അപ്പോൾ എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത, ഹരീഷ് എന്തേന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഒന്നും അറിയാത്ത പോലെ എന്ന് ചോദിക്കും. അതെന്താ, എന്താ ഉണ്ടായെന്ന് ചോദിക്കും. ചേട്ടൻ ഹരീഷും ചേട്ടന്മാരും കൂടി എൻ്റെ ചേട്ടനെ തല്ലിയെന്നും പറഞ്ഞിട്ടുള്ള വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് ഇപ്പം അമ്മയൊക്കെ പരാതി കൊടുക്കാൻ പോയേക്കണ്. എന്താ പ്രശ്നം, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അപ്പം ശരിക്കും സിസ്റ്റർ ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഞാനേ ഒരു പഞ്ചർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് നിൻ്റെ നീതുവിൻ്റെ ആങ്ങളെയും കൂട്ടുകാരന്മാരും കൂടി ഹരീഷേൻ്റെ ഏട്ടത്തിനെ അപമാനിച്ചത് എന്ന് പറയും. അതും വെറും അപമാനമല്ല, വേറെ ആരാണെങ്കിലും തല്ലി പോകുന്ന അപമാനമാണ്. അത്രയധികം മോശമായ വാക്കുകളിൽ സംസാരിച്ചതെന്ന് പറയും. എന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, സംസാരിച്ച വിഷയവും എല്ലാം പറഞ്ഞു കൊടുക്കും. അത് കേട്ടോടുകൂടി നീതുവിന് ദേഷ്യം കൂടും. അത് ശരി, എന്നിട്ടുണ്ടല്ലോ അവരിങ്ങനെ വന്ന് പറഞ്ഞത്, ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നീതു വേഗം പോവും. നീ എങ്കടാന്ന് ചോദിക്കും. ഞാൻ ഹരീഷിനെ കണ്ടിട്ട് വരാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് അവിടെ ഭയങ്കര വഴക്കും പ്രശ്നവും പോലീസുകാരൊക്കെ ആയിട്ട് സംസാരവും ചന്ദ്രൻ്റെ ഭാര്യയൊക്കെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആ പൊട്ടിയതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, തല്ലി ചതച്ച്. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യാനറിയാണ്ട് നിൽക്കുന്ന സമയത്ത് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. നിധി വേഗം പുറത്തേക്ക് വരും. നിധി കൊണ്ട് പറയും, സാർ ഞാൻ സുധീഷിൻ്റെ വൈഫാണെന്ന് പറയും. അതെനിക്കറിയാമെന്ന് പറയും. അന്ന് പറയും, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനോടും അവരുടെ സഹോദരന്മാരോടും വന്ന് പറഞ്ഞതും അവർ പോയി ചോദിച്ചതും. ഏതൊരാളാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും, മോശമായി സംസാരിച്ചത്. അപ്പോൾ ചന്ദ്രൻ്റെയും ഭാര്യയുടെയൊക്കെ വായ ഇങ്ങനെ പടഞ്ഞു പോകും. സാറിനെ ആലോചിച്ച് നോക്കും, ഒരു പെണ്ണിനോട് ഇങ്ങനെ മോശമായി സംസാരിച്ചാൽ ആരായാലും പ്രതികരിക്കില്ലേ എന്ന് ചോദിക്കും നിധി. അപ്പം പറയും, ആരായാലും പ്രതികരിക്കും എന്നിട്ടൊരു സൗണ്ട്. അപ്പം എല്ലാവരും ഇതെവിടെ നിന്ന് ഈ സൗണ്ട് നോക്കിയപ്പോട്ട് നീതു, ആരായാലും പ്രതികരിക്കും സാറേ, ഇതൊരു പ്രതികാരത്തിൻ്റെ കഥ തന്നെയാണെന്ന് പറയും. ഞാനും ഇവിടുത്തെ ഹരീഷും തമ്മിൽ പ്രണയത്തിലാണ്. അതിൻ്റെ ദേഷ്യം തീർക്കാനാണ് എൻ്റെ അച്ഛനും അമ്മയും സഹോദരനും കൂടി തീർക്കണത്. ഇവരാണ് എന്നെ വീട്ടിലിട്ട് എന്നും തല്ലണതും ബഹളം വയ്ക്കുന്നതൊക്കെ. ഹരീഷിനായിട്ട് ഞാൻ ഇഷ്ടത്തിലാണെന്ന് പറയും. ഇനി നിങ്ങൾ ഇവരെ വാക്ക് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്താൽ ഹരീഷിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുള്ളൂ എന്ന് ഞാൻ കോടതിയിൽ വിളിച്ച് പറയും. അപ്പോൾ പിന്നെ അറിയാലോ എന്ന് പറയും. അങ്ങനെ ബകാസുരനും പെങ്ങളും വരും ആ സമയത്ത്. സാറേ, ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം സാറേ, ഇവരെ ആകെ ഈ നാട്ടിൽ മൊത്തം ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നൊക്കെ പറയും. ഇല്ല സാറേ, ഈ ആങ്ങളെയും കൂടിന് ഈ വീട്ടിൽ പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സുഭാഷ് ചേട്ടന് വരുന്ന എല്ലാ ആലോചനകളും ഇവർ മുടക്കുന്നത്. സാറൊന്ന് ആലോചിച്ച് നോക്കണം. 3-4 മാസത്തിന് മേലായി ഞാൻ ഈ വീട്ടിൽ വന്നിട്ട്. എനിക്കിവിടെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ തന്നെ സാറൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ? ഇവരുടെ വീട്ടിലത്തെ പ്രശ്നമായിട്ടല്ലേ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം പെട്ടെന്ന് സുനന്ദര അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും. അപ്പോൾ ചേട്ടനോട് പറയും, ചേട്ടൻ ഇവിടെ ഇവരെ എങ്ങനെയെങ്കിലും അകത്താക്കാനുള്ള വഴിയൊക്കെ നോക്ക്, സുനന്ദയും ചെക്കനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ അവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ സുനന്ദ അവിടെ ഉണ്ടാവും. അമ്മ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ, ഞാൻ നല്ലൊരു കാഴ്ച കാണായിരുന്നടി, നിൻ്റെ സുഭാഷ് ഏട്ടനെയും അനിയന്മാരെയും പോലീസ് പൊക്കിക്കൊണ്ടുപോകാൻ പോകുന്ന കാഴ്ച. എന്തിനെന്ന് പറയും. അതായ ഓട്ടോക്കാരൻ ചന്ദ്രൻ്റെ മുകളിൽ അതിനെ ഹരീഷ് പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തി ശല്യം ചെയ്തിട്ടേ അതിൻ്റെ ആങ്ങളെ ചോദിക്കാൻ ഞാൻ ഇവന്മാരെല്ലാവരും കൂടി തല്ലി ചതച്ച്. ഞാൻ വിചാരിച്ച സുഭാഷ് പാവണമെന്ന്. സുഭാഷാണ് വരെ മുന്നിലുണ്ടായത് തല്ലാൻ. അങ്ങനെ സുഭാഷ് ഏട്ടൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നീതുവിന് ഹരീഷിന് ഇഷ്ടമാണ്, എനിക്കറിയാം. അമ്മ ഒന്ന് പോയേ, അമ്മ പറയണൊക്കെ കള്ളോണെന്ന് പറഞ്ഞ് നമ്മുടെ സുനന്ദ പുറത്തേക്ക് ഇറങ്ങും. സുനന്ദ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറയടി, മൂദേവി നീ അവിടെ നിൽക്കടി, നീ എന്തിനെ അങ്ങോട്ട് പോകണം, നീ കല്യാണം കഴിഞ്ഞോളാണ്. അശ്വിൻ ഇവിടെ ഇപ്പം നിന്നെ കൊണ്ടാക്കിയിട്ട് എവിടേക്കേടി പോയെന്നൊക്കെ ചോദിക്കും. അശ്വിൻ ഇപ്പോൾ വരും എന്ന് പറയും. ഞാനേ അശ്വിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പറയാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും ഞാൻ അശ്വിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇനി ഒന്നും ഒളിച്ചേക്കാൻ നോക്കണ്ടെന്ന് പറയും. നീ എന്തുട്ടുണ്ട് ഈ മൂദേവി പറഞ്ഞു കൊടുത്തത്, എന്നെ നാണം കെടുത്താനൊക്കെ പറഞ്ഞ് അമ്മ പിന്നാലെ ചെല്ലും. പക്ഷേ സുനന്ദനെ പിടിച്ചു വലിക്കാനൊന്നും കിട്ടില്ല. സുനന്ദ അവിടേക്ക് ചെല്ലും. ചെന്ന വഴിക്ക് തന്നെ പറയും, സാറേ ഇവർ പറയുന്നൊക്കെ നോണീനി, നീതു എൻ്റെ ജൂനിയറായിരുന്നു, എനിക്കറിയാം. നീതുവിന് വർഷങ്ങളായിട്ട് ഹരീഷിന് ഇഷ്ടമാണ്.
ഇവരൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് സാറേ. ഇവരോ ഈ സുഭാഷ് ഏട്ടനോ അതുപോലെ തന്നെ അവരനിയന്മാരോ ഒരാളെ എത്തിക്കും തല്ലിന് ചെല്ലണവരല്ല. സാറിന് തന്നെ അറിയാലോ ഞങ്ങളെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ. പറഞ്ഞു കൊടുക്കാൻ മാവാ, ഞാൻ ഇവരെ രാത്രി ഇവരെ വീട്ടിലേക്ക് വന്നതും നിങ്ങളെല്ലാവരും കൂടി ഇവരെ കാല് പിടിച്ചതൊന്നും പറഞ്ഞു കൊടുക്ക്, നാട്ടുകാരൊക്കെ അറിയട്ടെ എന്ന് പറയും. അത് തന്നെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ കൈയൊട്ടിച്ചിരിക്കും. പറഞ്ഞു കൊടുക്കും മോളെ എന്ന് പറയും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. എനിക്കും പറയാനുണ്ട് കുറച്ച് സത്യങ്ങൾ. ഇവർ ചേട്ടൻ്റെ അനിയനാണ് സാറേ. ഈ സ്ഥലം ഇവരിവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഈ സ്ഥലം സ്വന്താക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മാവനും കൂടെ ശ്രമിക്കുന്നത്. അല്ലാതെ ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല സാറേ എന്ന് പറയും. അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. നിധിനെ മോശമായി ഇങ്ങനെ പെരുമാറിയിട്ടാണ് തല്ലിയത്. അപ്പം നിധിയും പറയും ഏതൊരാളും കേട്ടിക്കില്ല ആ മാതിരി മോശമായ സംസാരമാണ് ഉണ്ടായത്. എവിടുന്നോ വന്ന നീ പറയണത് ഞങ്ങൾ വിശ്വസിക്കണോടി എന്ന് ചന്ദ്രൻ്റെ ഭാര്യ ചോദിക്കും. ഞാൻ എവിടുന്നോ വന്നതല്ല, ഞാൻ തക്കലയിലുള്ള ബിസിനസ്സുകാരൻ രാജേഷിൻ്റെ രാജീവൻ്റെ മകളാണെന്ന് പറയും. അപ്പോൾ അവരൊന്നും വിടൂല. അപ്പോൾ പോലീസുകാർക്ക് കാര്യം മനസ്സിലാവാണ്. പോലീസുകാർ പറയണ്ട ഇമാതിരി ഈ പെൺകുട്ടി ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കേണ്ടെന്ന് അത് ആ പെൺകുട്ടി തീരുമാനിച്ചോളും. അതിൻ്റെ പേരിൽ നീ ഈ പെൺകുട്ടിയെ മോശമായി സംസാരിച്ചിട്ട് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീ ചെന്നിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും ജയിലിൽ കിടക്കാൻ പോകണം, മനസ്സിലായില്ലടാ എന്ന് പറയും. അതിനുശേഷം നീ ഹരീഷിനോടൊക്കെ പറയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തതും തെറ്റാണ്. പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ നിയമം കയ്യിലെടുത്താൽ പിന്നെ ഞങ്ങൾ എന്താ പോലീസുകാർ വെറുതെ നോക്കിക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് കൗൺസിലറോട് ചോദിക്കടോ തനിക്ക് നാണയില്ലേ ഇവർ വിളിക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വരാൻ എന്താണ് ഏതാണെന്ന് അറിയാണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസുകാർ പോകുമ്പോൾ പിന്നെ നീതുവിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രനും ഭാര്യയും പോകണ്. ഇനി അവരുടെ പേരിലാവും കേസെന്ന് വിചാരിച്ചിട്ട് വീട്ടമ്മയെന്നൊക്കെ പറയലും കൂടി. അപ്പം നീതു ഇങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിന് കണ്ണോണ്ട് കാണിക്കുമ്പോൾ സൂപ്പർ എന്ന് പറയും ഹരീഷ്. അപ്പോൾ രണ്ടുപേരും കൂടെ ചിരിക്കുന്ന കണ്ണോടുകൂടിയാണ് ചന്ദ്രനും ഭാര്യയും കൂടെ മോളെയും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം സുനന്ദനെയും പിടിച്ച് വലിച്ച് അവരും പോകും. അപ്പോൾ സുനന്ദേച്ചി താങ്ക്സ് ട്ടാ എന്ന് പറയും. അപ്പോൾ സുനന്ദ ചിരിക്കും. എന്നിട്ട് പിന്നെ സുനന്ദനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സുനന്ദനെ അമ്മാവനും രണ്ടുപേരും കൂടി ഇട്ടുങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോർച്ചർ ചെയ്യുന്നു. നീ എന്തുട്ടണ്ടി അവനോട് പറഞ്ഞു കൊടുത്തത്, നാണം കെട്ടവളെ, നീ സ്വന്തം വീട്ടുകാരെ കുറിച്ചല്ലേടി പോലീസുകാരോട് പറഞ്ഞത്, അപ്പോൾ ആ സ്വത്തും കൂടി ഞങ്ങൾക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേടി നീ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മോശമാണ് കുറേ ചീത്ത പറയും. അതെ ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണ്, നിങ്ങൾ ഇനി എന്നെ അങ്ങനെ ഭരിക്കാൻ വരുമൊന്നും വേണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് ചെയ്തത്. ആ വീട് മുത്തശ്ശൻ വലിയച്ഛൻ എഴുതി കൊടുത്തതല്ല, അല്ല മാമൻ എഴുതി കൊടുത്തതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോണേന്നൊക്കെ ചോദിച്ച് സുനന്ദ അങ്ങനെ വർത്താനം പറയും. അങ്ങനെ സുനന്ദന ദേഷ്യത്തോടെ നിൽക്കുന്ന സുനന്ദനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രമോയിലാണെങ്കിൽ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അപ്പോൾ എനിക്കില്ല സുധീഷ് ഏട്ടാ, അവൾ അപ്പം സപ്പോർട്ട് ചെയ്തില്ലേ, എൻ്റെ കൂടെ പോവും ഇറങ്ങിപ്പോവും ജീവിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാന്ന് പറയും. ഇപ്പം എൻ്റെ മനസ്സിൽ ശരിക്കും പ്രണയമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും ഇനി ഒരു 6 മാസം എൻ്റെ കോഴ്സും കൂടെ ആയാൽ നീ എങ്ങനെ പ്രേമിക്കാൻ പഠിക്കണമെന്ന് നീ സൂപ്പറായിട്ട് പഠിക്കുമെന്ന് പറയും. ആര് നിങ്ങളാ സ്വന്തം പ്രേമം പോലും മറ്റൊരാളോട് ഭാര്യയോട് തുറന്നു പറയാൻ പറ്റാത്ത നിങ്ങളെ കണ്ടാ ഞാൻ പഠിക്കണേ, ഒന്ന് പോ മനുഷ്യ എന്ന് പറഞ്ഞായിട്ട് ചേട്ടനെ അപമാനിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.